ഹായ് കൂട്ടുകാരെ, എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എന്തൊക്കെയായിരുന്നു ലഞ്ചിനുണ്ടായിരുന്നത്? ഞാനും ചെറിയ രീതിയിൽ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചു കേട്ടോ. വൈനുണ്ടായിരുന്നു, കേക്ക് മേടിച്ചതാണ്, ഞാൻ ഉണ്ടാക്കിയില്ല കേട്ടോ കേക്ക്. ഇത് ഗ്രീൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് കബാബ് പോലെ, അത് മൂത്ത മോളാണ് ഉണ്ടാക്കിയത്. ഇത്തിരി പ്രോൺ എടുത്തുണ്ടാക്കി, ഇതെൻ്റെ രണ്ടാമത്തെ മോളാണ് ഉണ്ടാക്കിയത്. ഇത്തിരി പോത്തലത്തുണ്ടായിരുന്നു. എൻ്റെ ക്രിസ്മസ് ലഞ്ചിൻ്റെ മെയിൻ മെനു എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ മീൻ കറിയായിരുന്നു കേട്ടോ. അപ്പോൾ ആര് ടേസ്റ്റായിരുന്നു, റെസിപ്പി വേണ്ടവർ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തരാം. ഓക്കെ, നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കേക്ക് ഉണ്ടാക്കിയില്ല, കേക്ക് വാങ്ങിച്ച കേക്കായിരുന്നു. ഇത് 2 വർഷം മുമ്പേ ഇട്ട് വെച്ചിരുന്ന വൈനായിരുന്നു കേട്ടോ. അതുകൊണ്ട് വൈനും ഈ പ്രാവശ്യം ഉണ്ടാക്കിയില്ല. ഓക്കെ, ഇത് അൽസൂറുള്ള ഫിഷ് മാർക്കറ്റാണ്. ഇവിടെ നിന്നാണ് കേട്ടോ ഞാൻ ഈ മീൻ വാങ്ങിക്കുന്നത്. ഫിഷ് മാർക്കറ്റ് തന്നാൽ ഇവിടെ എല്ലാം കിട്ടും. പോത്ത്, ടർക്കി, ചിക്കൻ സ്റ്റാള്. ഞങ്ങൾ ഈ അൽസൂർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിക്കുന്നത് കേട്ടോ. നമുക്കിനി 24-ാം തീയതി രാത്രി, അതായത് നമ്മുടെ ക്രിസ്മസ് രാത്രിയിലുള്ള കുറച്ച് കാഴ്ചകളൊന്ന് ഓടി നടന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഇത് നമ്മൾ കൊമേഴ്ഷ്യ സ്ട്രീറ്റിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ്. ഓക്കെ, കൊമേഴ്ഷ്യ സ്ട്രീറ്റിലേക്ക് പോകുമ്പോഴുള്ള ജ്വല്ലറീസ് ആയിക്കോട്ടെ, കടകളായിക്കോട്ടെ, എല്ലാവരും ക്രിസ്മസ് ട്രീയും അതുപോലെ തന്നെ നല്ല കളർ ബൾബുകളും ഒക്കെ ഇട്ട് നല്ല പൊന്നിൽ കുളിച്ച് നിൽക്കുന്നത് പോലാണ് എല്ലായിടവും കാണുന്നത് കേട്ടോ. നമ്മുടെ കൊമേഴ്ഷ്യയിലേക്ക് എൻട്രി ആയി കൊമേഴ്ഷ്യ സ്ട്രീറ്റിലേക്ക് വന്നപ്പോഴുള്ള കാഴ്ചകളാണിത്. പീറ്റർ ഇംഗ്ലണ്ട് കമ്പനിക്കാരാണ് കേട്ടോ ഇപ്രാവശ്യത്തെ കൊമേഴ്ഷ്യലിൻ്റെ ഈ ഡെക്കറേഷനൊക്കെ ഏറ്റെടുത്ത് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പരസ്യം നന്നായിട്ടുണ്ടായിരുന്നു ഇതിനകത്ത്. കണ്ടില്ലേ, ഓരോരോ കമ്പനി സാധനങ്ങളും കടകളും കാര്യങ്ങളും എന്ത് ഭംഗിയല്ലേ. ഇത് നേരിട്ട് കാണാൻ തന്നെ എന്ത് ഭംഗിയായിരുന്നെന്നറിയോ, ലൈവായിട്ട് കാണാനായിട്ട്. എപ്പോഴും ഒന്നും ഇങ്ങനെ വരാറൊന്നുമില്ല. എന്നപ്പം കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു. അപ്പം വന്നപ്പോഴത്തേക്ക് ഹസ്ബൻഡുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ശരി എന്നാൽ വീഡിയോ കവർ ചെയ്യാനാന്ന് പറഞ്ഞപ്പോൾ എടുത്തോളാം പറഞ്ഞു. അങ്ങനെയാണ് പതുക്കെ. നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതൊരു 9:30 മണി സമയമാണ് കണ്ടോ. എന്നിട്ട് നല്ല തിരക്കാണ്. ഇന്ന് രാത്രി മൊത്തം 2 മണി 3 മണി വരെ ഈ കടകളൊക്കെ ഉണ്ടാവും കേട്ടോ. എന്ന് വെച്ചാൽ അതിന് ശേഷമുള്ള ഈ കടകളൊക്കെ അടയ്ക്കത്തുള്ളൂ ക്രിസ്മസ് സെയിലിന് വേണ്ടിയിട്ട്. എല്ലാം കൊമേഴ്ഷ്യലിൽ നിന്നുള്ള കാഴ്ചകളാണ് കേട്ടോ. ക്രിസ്മസ് ട്രീകൾ തന്നെ വിവിധ കളറുകളിൽ, വൈറ്റ്, ഗ്രീന്, റെഡ്, അങ്ങനെ ഓരോ കടക്കാരും അവരവരുടെ അഭിരുചിക്കനുസരിച്ചാണ് ഓരോ ട്രീയും ഡെക്കറേഷനൊക്കെ ഉണ്ടാക്കിയിരുന്നത്. എല്ലാം കൊമേഴ്ഷ്യലിൽ നിന്നുള്ള കാഴ്ചകളാണ്. പാർക്കിംഗ് കൊണ്ട് വണ്ടി മുമ്പോട്ട് പോകാനേ പറ്റുന്നില്ലായിരുന്നു, അതുപോലെ റഷായിരുന്നു. കുറേയൊക്കെ ഇത് സ്ട്രീറ്റ് കച്ചവടക്കാരെന്ന് പറയല്ലേ, കടകളുടെ മുമ്പിലും പിന്നെ കടകളിൽ നിന്നുള്ള സാധനങ്ങൾ കടകളുടെ മുമ്പിലും വഴിയോര കച്ചവടക്കാർക്ക് നന്നായിട്ട് ബിസിനസ് ഉണ്ടാകുന്ന ഒരു ദിവസവും കൂടിയാണ് കേട്ടോ ഇന്ന്. കാരണം എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാനായിട്ടുള്ളത് 10 രൂപയുടെയും 15 രൂപ 20 രൂപ അങ്ങനെയുള്ള ഗിഫ്റ്റുകൾ തൊട്ട് മേളിലേക്കുള്ള അവരവരുടെ സാമ്പത്തികം അനുസരിച്ചുള്ള ഗിഫ്റ്റുകൾ മേടിക്കാൻ പറ്റും കേട്ടോ. ഇത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇൻഫൻട്രി റോഡിൽ നിന്നുള്ള കാഴ്ചകളാട്ടോ. ഇൻഫൻട്രി റോഡിലൊരു സഫീന പ്ലാസ എന്ന് പറഞ്ഞ ഒരു മെയിൻ വലിയൊരു മോളെന്ന് പറയാൻ പറ്റത്തില്ല. സഫീന പ്ലാസ മീൻസ് അതിനകത്ത് കുറേ കടകളുണ്ട്. നല്ല രാജസ്ഥാനി സൂട്ടും അങ്ങനെയുള്ള എല്ലാ ഇതും ബെഡ്ഷീറ്റ്സുകളായിട്ട് അങ്ങനെ കുറേ കടകളുണ്ട്. അങ്ങനെ ഒരു പ്ലാസ. ഓക്കെ, ഇതിവിടെ നടത്തിയത് ഇവിടെ ഒരു ഇതൊരു ജ്വല്ലറിയുടെ ഡെക്കറേഷനാണ് കേട്ടോ.
ജ്വല്ലറി കിട്ടി. ജ്വല്ലറിയുടെ ഒക്കെ നന്നായിട്ട് അവർ എന്താ പറയുക ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കവർ ചെയ്തു ഞാൻ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഫുൾ റെഡ് മയമായിരുന്നു അവരുടെ മുമ്പിലുള്ള ഈ ക്രിസ്മസ് ട്രീയും കാര്യങ്ങളും ഒക്കെ കേട്ടോ. CK കൃഷ്ണൻ സാൻ ഷെട്ടി എന്നുള്ള ഒരു ഇതാണ് കേട്ടോ ഇത് പൂവുകൾ. ഇത് നമ്മുടെ പള്ളി ശിവാജി നഗർ സെൻറ്റ് മേരീസ് ബസിലിക്ക ചർച്ചിൻ്റെ ആ വഴിയിൽ നിന്നുള്ള കാഴ്ചകളാണ് കേട്ടോ ഇത് മുഴുവൻ. ഞാൻ പറഞ്ഞല്ലോ 20 രൂപയുടെയൊക്കെ സാധനങ്ങളാണ് ഇപ്പോൾ ഇവർ വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 70 രൂപ 50 രൂപയ്ക്ക് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് 30 രൂപ 40 രൂപ ഈ ഒരു 5 പൂവിന് 20 രൂപയുള്ളൂ കേട്ടോ ഇവിടെ. വില ചോദിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള കുറേ തന്നെ ഇത് എല്ലാം തന്നെ ഏത് എന്താ പറയുക ഇതെടുത്താലും 100 രൂപയാണ്. ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുന്ന കുട്ടികൾക്കൊക്കെ സന്തായുടെ ഇതിലൊക്കെ വന്ന് ഗിഫ്റ്റ് കൊടുക്കത്തില്ല. അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്. സ്ട്രീറ്റ് എന്താ പറയുക തെരുവോര കച്ചവടക്കാർക്ക് നല്ല ബിസിനസ്സായിരുന്നു. ഇതാണ് മെയിൻ സെൻറ്റ് മേരീസ് ബസിലിക്ക ചർച്ചിൽ നിന്നുള്ള എന്താ പറയുക പുൽക്കൂടും കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഇനി നിങ്ങൾ കാണുന്നതെല്ലാം. ഭയങ്കര ഭംഗിയായിരുന്നു. ഞാനിതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഇത് കാണാനായിട്ട്. കണ്ട് നിൽക്കാൻ തോന്നും. അത് പെട്ടെന്ന് അത് 12 മണിക്കൊക്കെ മുമ്പ് തന്നെ എല്ലാ ഇതും ചെയ്ത് വെച്ച് ഇതെല്ലാം പള്ളിയുടെ ഡെക്കറേഷനായിരുന്നു കേട്ടോ. ഭംഗിയെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുപോലത്തെ അത്ര നല്ല ഭംഗിയാണ്. ചർച്ചിനകത്ത് തന്നെയുള്ള കടയാണിത്. എല്ലാ സാധനങ്ങളും എന്താ പറയുക ക്രിസ്മസ് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും വിൽക്കുന്ന ഒരു കടയായിരുന്നു ഇത്. അത്യാവശ്യം പുറത്തുള്ള കടകളിലുള്ളതിനെ കഴിഞ്ഞും കുറച്ച് വിലക്കുറവായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ ഇവിടുത്തെ ഓരോരോ സാധനങ്ങൾ. ഇതാണ് ഞാൻ പറഞ്ഞ ക്രിസ്മസ് കാഴ്ചകൾ എന്ന് പറയുന്നത്. പള്ളി അലങ്കരിച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത്. അലങ്കാരം നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇത് പുറത്ത് കച്ചവടക്കാർ വഴിയോര കച്ചവടം എന്ന് പറയല്ലേ, വഴിയോരത്ത് ഇങ്ങനെ എന്താ പന്തലൊക്കെ ഇട്ടിരുന്ന് എല്ലാം ക്രിസ്മസിൻ്റെ ഐറ്റംസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. റസൽ മാർക്കറ്റ് എന്ന് പറയും ഇവിടെ ശിവാജി നഗറിൽ നിന്ന് ചർച്ചിൻ്റെ അവിടെ നിന്ന് താഴോട്ട് വരും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻസൊക്കെ തരണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇത് എന്താ പറയുക ക്രിസ്മസ് സ്വീറ്റ്സ് എന്ന് പറയുന്നത്. ഇതുണ്ടാക്കുന്നത് നിങ്ങൾക്കറിയാം പഞ്ചസാരയിലാണ് ഉണ്ടാക്കുന്നത്. വിവിധ ആനിമൽസിൻ്റെ ഷേപ്പിലാണ് ഇത് വരുന്നത്. നമ്മൾ വാങ്ങിച്ചു കേട്ടോ 1/2 കിലോ. തിന്നാനൊന്നും ആളില്ല, മക്കളൊന്നും തിന്നത്തില്ല. ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് ഇത്.